ഇത് നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ചപ്പാത്തി കൊണ്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ നല്ലതുപോലെ വയറും നിറയും. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതുവേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ വീഡിയോ ഇടുന്നില്ല. ഇനി നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാൻ ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇത്ര വേണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി തക്കാളി ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ. ഇനി ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് ഉള്ള കൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്, അതില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് നോക്കി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് അടിച്ചെടുത്തതാണ്. നമ്മൾ നേരത്തെ വെജിറ്റബിൾസിലും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഈ മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിതിട്ട് ഇളക്കിയെടുക്കാം. അതേപോലെ മുട്ട നമുക്ക് 2-3 ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കുക. മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉടച്ചിട്ട് ഈ മസാല തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടും നമുക്ക് ഈ ഡിഷ് തയ്യാറാക്കാം. അതേപോലെ ചിക്കൻ വെച്ചിട്ടും നമുക്ക് ഇതേപോലത്തെ ഫില്ലിങ് തയ്യാറാക്കാം. നന്നായിട്ട് മുട്ട വറുത്തെടുക്കാം. ഇപ്പോൾ മുട്ട നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിനി തണുക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ ചപ്പാത്തി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. 2 ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് നമ്മളിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും ജസ്റ്റ് ഒരു പകുതി ആയാൽ മാത്രം മതി. ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി എടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഈ ചപ്പാത്തി മടക്കിയെടുക്കുക. ഈ കാണിക്കുന്ന പോലെ ചപ്പാത്തി ഇട്ട് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാ ചപ്പാത്തിയിലും ഇതേപോലെ തന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ആ ഫില്ലിങ് നല്ലതുപോലെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയിലും ഇതേപോലെ ഫില്ലിങ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടറില്ലെങ്കിൽ നമുക്ക് സാധാരണ ഓയിൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തിയുടെ റോൾസും ഇതേപോലെ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്താൽ മതി. അകത്തൊക്കെ നല്ലതുപോലെ വെന്തതാണ് അകത്തുള്ള ഫില്ലിങ്ങൊക്കെ വെന്തതാണ്. പുറമേ മാത്രം ഒന്ന് ടോസ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ കുറച്ച് ബട്ടർ അധികം ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ബട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ബട്ടറില്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഇതിനി നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ടിച്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും. അതേപോലെ തന്നെ നല്ലതുപോലെ വയറും നിറയും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്